Hi guys, welcome to a brand new video of Art with Mahi. ഇന്ന് നമ്മൾ വീണ്ടും ഒരു സൂപ്പർ ഹീറോ പ്രോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ മാർവൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ ഒരു ഹെൽമെറ്റ് അല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ഹെൽമെറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആണ് ബ്ലാക്ക് പാന്തർ. കൃത്യം ഒരു കൊല്ലം മുമ്പ് നമ്മൾ ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അതിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ചാഡ്വിക് ബോസ്മാനുള്ള എൻ്റെ ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് നമ്മുടെ സ്കിൽസിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ള ഒരു അസസ്മെൻറ്റ് കൂടിയാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബ്ലാക്ക് പാന്തർ ഹെൽമെറ്റ് മേക്കിംഗ്. സോ ഗൈസ്, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫയൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തവണ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫയൽ Vec3D എന്ന് പറഞ്ഞൊരു ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫയലാണ്. സാധാരണ നമ്മൾ Do3Dയുടെ ഫയൽസാണ് പൊതുവെ യൂസ് ചെയ്യാറ്. ഇത്തവണ പക്ഷേ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് പാന്തറെ കുറച്ചുകൂടി നല്ല വർക്ക് Vec3Dയുടെ ആണെന്നാണ് എല്ലാവരും പറയണത്. സോ നമ്മൾ ഇത്തവണ Vec3Dയുടെ ഫയലാണ് യൂസ് ചെയ്യാൻ പോണേ. അപ്പോൾ Vec3D ജസ്റ്റ് സെർച്ച് ചെയ്താൽ പുള്ളിയുടെ വെബ്സൈറ്റ് വരും, വയർ ഫ്രെയിം. അപ്പോൾ അതിൽ നമ്മൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 ബ്ലാക്ക് പാന്തർ ഹെൽമെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, 2 കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. സിവിൽ വാർ ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഹെൽമെറ്റ്. ബ്ലാക്ക് പാന്തർ 2018 എന്ന് പറയുന്ന മോഡലാണ്. $30 വില വരുന്നുണ്ട് കേട്ടോ. സാധാരണ Do3D സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഓഫർ ടൈമിൽ നമുക്കൊരു $15 ഈ സംഭവം കിട്ടും. ഇത് ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസാണ്, പക്ഷേ അതിനുള്ള വർക്കുണ്ട് എന്നാണ് എല്ലാവരും പറയണത്. നല്ല ഡീറ്റെയിൽഡ് ഫയലാണ്. എന്താണേലും നമ്മൾ ഈ ഫയലാണ് പർച്ചേസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിത് നേരെ പർച്ചേസ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ഫയൽ ഓർക്ക സ്ലൈസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ആ ഫയൽ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഓപ്പണായി വരുന്നത്. ഏറ്റവും ഐഡിയലായ പൊസിഷൻ ഇങ്ങനെയാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്യണത്. ഏറ്റവും കിടിലൻ റിസൾട്ട് കിട്ടാൻ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. വേറൊന്നുമല്ല, ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആണ്. സോ അവിടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ പ്രിൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ ഈ താഴെ ഈ മുകളിൽ ഒരു സപ്പോർട്ട് വേണം. സോ സമയം കൂടും. സോ നിങ്ങൾ ഈ 3D പ്രിൻറ്റിങ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് ട്രയൽ ആൻഡ് എറർ ഒക്കെ നടത്തി നിങ്ങൾക്ക് കുറച്ച് പൊസിഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഉദാഹരണം, ഈ ഹെൽമെറ്റ് സ്ട്രെയിറ്റ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് മുകളിൽ വരെ സപ്പോർട്ട് വേണം. സോ ടൈം ഒരുപാട് കൂടുതൽ എടുക്കും. പക്ഷേ ഈ സംഭവം തലകുത്തിയാണ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടിൻ്റെ അളവ് നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന പൊസിഷനിൽ ഈ സപ്പോർട്ട് വന്ന ഭാഗത്ത് കുറച്ച് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പൊസിഷൻ ഒന്നാമത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് വരുന്നത്. അങ്ങനെ കാണുന്ന ഒരു സ്ഥലമല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ കാര്യമായ ഡിസൈൻസ് ഒന്നുമില്ല. സോ ഇവിടെ കുറച്ച് ഡാമേജ് വന്നാലും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാം. അതായത് നമ്മൾ ഈ ഹെൽമെറ്റ് നേരെ തലകുത്തി സ്ലൈസ് ചെയ്യും. തലകുത്തി സ്ലൈസ് ചെയ്താലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മുകളിലോ ഒന്നും സപ്പോർട്ട് വേണ്ട. ഈ താഴെ മാത്രം സപ്പോർട്ട് കൊടുത്താൽ മതി. സമയം നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. ഈ ബോട്ടം പോർഷനിൽ മാത്രം സപ്പോർട്ട് വന്നാൽ മതി. കാരണം വേറെ ഒരു ഭാഗവും എയറിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഒരു ഡോം പോലെ അങ്ങ് തീരുവാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സമയം ഒരുപാട് ലാഭിക്കാം, ഫിലമെൻറ്റ് ലാഭിക്കാം. പക്ഷേ ആ താഴെ വന്ന ഡാമേജ് ശരിയാക്കി എടുക്കാമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഫയൽ സ്ലൈസ് ചെയ്തെടുക്കാം. സോ ഞാൻ ഇതുവരെ ചെറിയ ഹെൽമെറ്റുകളിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പെയിൻറ്റ് ജോബ് ഉള്ളൊരു വർക്കാണ് ബ്ലാക്ക് പാന്തർ. കാണുമ്പോൾ സിമ്പിളാണെങ്കിലും വർക്ക് അത്ര സിമ്പിളല്ല. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഹെൽമെറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഈ ഹെൽമെറ്റിന് മാറ്റ് ബ്ലാക്ക് ഉണ്ട്, ഗ്ലോസ് ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്. അങ്ങനെ 3 കളറുണ്ട്. ബ്ലാക്ക് മാത്രം അടിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ എൻ്റെ മെത്തേഡാണ് പറയുന്നത്. സോ ഈ 3 കളർ അറ്റൈൻ ചെയ്യാനുള്ള ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ മാസ്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഹെൽമെറ്റിൻ്റെ സിൽവർ വരുന്ന പോർഷൻസ് എല്ലാം മെറ്റാലിക് ക്രോം പെയിൻറ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ബ്ലാക്ക് പാന്തർ ഹെൽമെറ്റ് ചെയ്തപ്പോൾ ചെയ്ത ഒരു മണ്ടത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഹെൽമെറ്റ് ഫുള്ള് സിൽവർ അടിച്ചെടുത്തു. അതിൻ്റെ ഒരാവശ്യമില്ല. സിൽവർ വരുന്ന പോർഷൻ മാത്രം അടിച്ചാൽ മതി. അന്ന് അങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ബ്ലാക്ക് വരുമ്പോൾ യൂണിഫോമായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്താണ്. പക്ഷേ അത്രയും വേരിയേഷനൊന്നും ഇല്ല, വേരിയേഷനേ ഇല്ല. അതുകൊണ്ട് സിൽവർ വരുന്ന പോർഷൻ മാത്രം നമ്മൾ സിൽവർ കളർ അടിച്ചെടുത്താൽ മതി.
അതിനുശേഷം അത് മാസ്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചെയ്തത് ഈ ഹെൽമെറ്റ് ഫുള്ള് മാറ്റ് ബ്ലാക്ക് അടിച്ചെടുക്കും. അതിനുശേഷം ഈ മാറ്റ് ബ്ലാക്ക് വരുന്ന പോർഷൻസ് എല്ലാം ഞാൻ മാസ്ക് ചെയ്തെടുത്തു. ഒരുപാട് സമയമെടുത്ത ഒരു പരിപാടിയായിരുന്നു. ഓൾമോസ്റ്റ് 1-2 മണിക്കൂറെങ്കിലും ഞാൻ ഇത് മാസ്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. സോ കുത്തിയിരുന്നതും മാസ്കിങ്ങും എല്ലാം കറക്റ്റായിട്ട് ഈ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കളയണം. കുറേ നേരത്തെ പണിയാണ്. എന്നിരുന്നാലും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും റിസൾട്ട് ഈ ഹെൽമെറ്റിൽ കിട്ടും. സോ നമ്മൾ മാറ്റി വരുന്ന ഭാഗങ്ങളെല്ലാം മാസ്ക് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഗ്ലോസ് അടിക്കും. ഗ്ലോസ് ബ്ലാക്ക് അടിക്കുകയാണ്. സോ ഇനി ഞാൻ പറയാൻ പോണേ, ഞാൻ പണ്ട് ഹെൽമെറ്റ് ചെയ്തപ്പോൾ, ഈ ബ്ലാക്ക് പാന്തർ ഹെൽമെറ്റ് ചെയ്തപ്പോൾ ചെയ്തൊരു വലിയ മണ്ടത്തരാണ്. വേറൊന്നുമല്ല, അന്നും ഇതുപോലെ നമ്മൾ മാറ്റ് ബ്ലാക്കും ഗ്ലോസ് ബ്ലാക്കും ഒക്കെ അടിച്ചായിരുന്നു. അവസാനം ഞാൻ മാസ്കിൻ്റെ ടൈപ്പ് എല്ലാം മാറ്റിയിട്ട് ഒരു ക്ലിയർ കോട്ടങ്ങ് അടിച്ചു. അതോടുകൂടി മാറ്റും ഗ്ലോസും എല്ലാം ഒരുപോലെ ആയിപ്പോയി. അപ്പോൾ ആ മണ്ടത്തരത്തിൽ നമ്മൾ പഠിച്ചു. ഇത്തവണ മാസ്കിങ് ഒന്നും മാറ്റിയിട്ടില്ല. നമ്മൾ ഗ്ലോസ് ബ്ലാക്ക് അടിച്ചു. അതിൻ്റെ മേലേക്കടെ നമ്മൾ ക്ലിയർ കോട്ട് അടിക്കും ഷൈൻ കിട്ടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മാസ്കിംഗ് ടേപ്പ് എല്ലാം മാറ്റുകയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരുന്നു ചെയ്യേണ്ട കാര്യം. അത് നമ്മൾ തെറ്റ് ചെയ്തു. സോ ഇത്തവണ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാസ്കിൻ്റെ ടേപ്പ് എല്ലാം മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. നല്ല രസമുള്ള പരിപാടിയാണ് മാസ്കിൻ്റെ ടേപ്പ് എല്ലാം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അതുവരെ നമ്മൾ എടുത്ത എഫേർട്ടെല്ലാം ആ സമയത്ത് വരുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇതിങ്ങനെ കീറി കളയുമ്പോൾ. ഒരുപാട് നേരം എടുത്ത് നമ്മൾ ഒട്ടിച്ചാണ്, നല്ല ഒരു കീർന്ന് കിട്ടുന്ന ഒരു സുഖം. അത് നിങ്ങൾക്കത് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. സോ അങ്ങനെ നമ്മൾ മാസ്കിൻ്റെ ടേപ്പ് എല്ലാം മാറ്റി. ഇനി ചെയ്യേണ്ട ഒട്ടും പരിപാടിയുള്ളൂ എൻ്റെ കണ്ണിൽ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ കണ്ണിൻ്റെ പരിപാടിയായിട്ട് അവസാനത്തേക്ക് വെച്ചേക്കുമെന്ന്. ഞാൻ ചെറിയ പരിപാടിയല്ലേ ഉള്ളൂ, പതുക്കെ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. വെക്ടറിയുടെ ഫയൽസിൽ കണ്ണിൻ്റെ പോർഷനിൽ തുള രക്ഷയുമില്ല. അതായത് അത് ഒരു സോളിഡ് പീസാണ്. അത് എന്തിനു തന്നു എനിക്കറിയില്ല. മേ ബി വല്ല കാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ വല്ല ട്രാൻസ്പെറൻറ്റ് ഫിലമെൻ്റൊക്കെ യൂസ് ചെയ്താൽ കാണാൻ പറ്റുമായിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ഒരു മെഷ് സൈസ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഡൂ3ഡിയുടെ എല്ലാ ഫയൽസിലും തരാറുണ്ട്. ഇത് നമ്മളൊന്ന് വെറൈറ്റി പിടിച്ചാണ് വെക്ടറിയുടെ. കാര്യം വെക്ടറിയുടെ നല്ല ഡിസൈനറൊക്കെയാണ്. ഞാൻ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി പുള്ളിക്ക് മെസ്സേജ് ചെയ്തു, ബ്രോ ഇതെന്താണ് ഇങ്ങനെ. അപ്പോൾ തന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഇരുന്ന് പുള്ളി വർക്ക് ചെയ്ത് നമുക്ക് ആ IPs അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ആൾക്കാരൊക്കെ വെക്ടറിയുടെ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പം മെഷ് സൈസ് എന്ന് പറഞ്ഞൊരു സെക്ടർ അതിനകത്ത് ഉണ്ടാവും. അതിന് കാരണം നമ്മളാണ്. അപ്പോൾ ഇനിയുള്ളവർക്കൊക്കെ ആ പോർഷൻ കിട്ടും. സോ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കനം കുറവായിരുന്നു. അത് നമ്മൾ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മുടേതായ സ്വന്തമായ രീതിയിൽ ചെറിയ ഡിസൈനിങ് ഒക്കെ ചെയ്ത് ഇച്ചിരി കട്ടി കൂട്ടി സെറ്റ് ചെയ്ത് സിൽവർ പെയിൻ്റ് അടിച്ചു. എനിക്കറിയാലോ, ഗ്ലൂ ഗണ്ണ് വെച്ച് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്ന പരിപാടിയുള്ളൂ. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഹെൽമെറ്റിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ഹെൽമെറ്റ് കാണിച്ചു തരാം. Just look at this beauty, guys. ആ മാസ്ക് ചെയ്തതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടിയത് ഇപ്പോഴാണ്. ആ ഗ്ലോസും ബ്ലാക്കും തമ്മിലുള്ള കോൺട്രാസ്റ്റൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്കത് എത്രത്തോളം വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് കാണിക്കാം കേട്ടോ. സോ യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് വെക്കുമ്പോൾ ഉള്ള നമ്മുടെ ലുക്ക്. വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. ആകെയുള്ള എനിക്കൊരു ഇഷ്യൂ തോന്നി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനോട് ചേർന്നാണ് ഈ മെഷ് ഇരിക്കുന്നത്. അതിൻ്റേതായ ഒരു ചെറിയ ഇറിറ്റേഷനുണ്ട്. അല്ലാത്ത പക്ഷം കിടു വർക്കാണ്. സൈഡ് സോ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ.
സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്കറിയാം ഈ ഹെൽമെറ്റ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എത്രത്തോളം അതിന് ചിലവുണ്ടെന്നുള്ള നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫയലിന് തന്നെ നമ്മൾ $30 കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്, പ്രിൻറ്റിങ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നമ്മുടെ കണ്ടന്റ് മേക്കിംഗ് ഒക്കെ. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അങ്ങനെ കണ്ടന്റ് ഇടാൻ പറ്റില്ലാത്ത. എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം. 3D പ്രിന്റിങ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ബ്ലാക്ക് പാന്തർ ഫാൻസിനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അത്രയൊക്കെ ഉള്ളത്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. അമ്മേ.